അവയവദാനത്തിൻ്റെ മറവിൽ കേരളത്തിൽ അവയവ കച്ചവടം തഴച്ചു വളരുകയാണ് എന്ന് ആദ്യമായി കരൾ ദാനം ചെയ്ത അൻഷാദ് പറയുന്നു. എങ്ങനെയാണ് കരൾ ദാനം ചെയ്യാനുണ്ടായ സാഹചര്യം വന്നത്? ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞൊരു 10-20 വർഷത്തിൻ്റെ അടുത്തായിട്ട് 2007-8 കാലഘട്ടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയിൽ വിദേശത്ത് നിന്ന് വന്നിട്ട് ഡൽഹി ശ്രീഗംഗാറാം ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലിവർ കൊടുക്കുന്നത്. ഇതിൽ പിന്നെ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് എന്ന് അൻഷാദിന് മനസ്സിലായത് എപ്പോഴാണ്? അതായത് ഞാൻ എൻ്റെ പല രേഖകളും ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പല അടുത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി അനേകം ആളുകൾ ഈ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. അന്ന് നിരന്തരമായിട്ട് ഈ കല്യാണ വാർത്തകൾ, അതായത് മറ്റേ മാട്രിമോണി പരസ്യങ്ങൾ വരുന്ന പോലെയായിരുന്നു ഈ ഓർഗൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു അവസ്ഥയിൽ ഞാനൊരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ആവശ്യം പറയണം, ഇങ്ങനെ ഒരു 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്, അവരുടെ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിൽ ഡോണർ ഇല്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. അതിൻ്റെ അടുത്ത ദിവസം എന്നെ കാണാനൊരു വ്യക്തി ഒരു സ്കോർപ്പിയോ വണ്ടിയിൽ ഒരു 4 പേരെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോവാം, ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അത് നടത്തി തരാൻ വേണ്ടിയിട്ട് ഡോണർ ഞങ്ങളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ അയാളുടെ അടുത്ത് അന്വേഷിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഡോണർ കിട്ടും. ഞാൻ ഇതിൻ്റെ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് പുള്ളി എന്നെ അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 32 വയസ്സായ ഒരു സ്ത്രീ അവരുടെ മകളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ പൈസ കയ്യിലില്ലാണ്ട്, ഒരു മുസ്ലിം സ്ത്രീയാണ്, കോഴിക്കോട് നിന്നാണെന്നാണ് പറഞ്ഞത്. രേഖകളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് ഇതേപോലെ ഒരു ഡോണറുണ്ട്, ആ ഡോണറുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പണമിടപാട് നടത്തിയിട്ട് ഓർഗൻ ഡൊണേഷൻ മേടിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഞാൻ പറയുന്നതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യണം എന്നാണ്. ഇതിനിടയ്ക്ക് ഒരു 4 മാസം മുന്നേ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ചേട്ടൻ എന്നായിട്ട് സംസാരിച്ച സമയത്ത് ഒരു ഏജൻറ്റ് അയാളിൽ നിന്നും പണം സ്വീകരിച്ചത് 16 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഇത് അത്ര അധികം ഡോണർമാർ വരുമ്പോൾ ഇതിങ്ങനെ അനുമതി NOC ഒക്കെ എങ്ങനെ കിട്ടുക? സത്യത്തിൽ ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NOC അത്ര നിസ്സാരമായിട്ട് എങ്ങനെ ഇവർക്ക് കിട്ടണമെന്നുള്ളതാണ്. കാരണം 2 ലക്ഷം രൂപ ഇതിൻ്റെ പേപ്പർ വർക്കിനും 8 ലക്ഷം രൂപ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷന് ഡോണർക്കും 8 ലക്ഷം രൂപ ഈ മീഡിയേറ്ററിനുമാണ്. പക്ഷേ ഇത് പുറത്ത് പറയാൻ ആരും തയ്യാറാവില്ല. ഈ ഏജൻറ്റുമാർ ഇവരുടെ ഫിഷിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെയാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് ഇവർ പഠിക്കുന്നുണ്ട്. ഇതിലേക്ക് കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻറ്റ് ത്രൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അയാൾക്ക് പണം ലഭിച്ചിട്ടുണ്ടാവും ഒരു 8 ലക്ഷം രൂപ. അയാൾ ത്രൂ ഇയാൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യും, ഈ ഏജൻറ്റ് ഇത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവർ പലരെയും സാക്ഷിയായി കാണിച്ചുകൊണ്ടാണ് പലരെയും പ്രോമിസ്ഡ് ആയിട്ട് ഇത് നടത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏജൻറ്റ് ഇത്തരം വ്യക്തികളിലേക്ക്, ഡോണർമാരിലേക്ക് എത്തിച്ചെല്ലുന്നത്. അതുപോലെ തന്നെയാണ് ഇവർ പേഷ്യൻറ്റിലേക്കും വരുന്നത്. ഈ ദാതാക്കളായവർ പിന്നീട് ഇതിൻ്റെ മീഡിയേറ്ററായി മാറുന്നുണ്ടോ? അതായത് ഓർഗൻ, ഞാൻ പറഞ്ഞല്ലോ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓർഗൻ വിറ്റിട്ടുള്ള ഒരാൾ ഇതിൻ്റെ മീഡിയേറ്ററായി വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഏജൻറ്റിന് ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയതിൻ്റെ പേരിലും വളരെയധികം ഇവരാരും പുറത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവില്ല. നമ്മൾ പൈസ മേടിച്ച് അവയവം കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അയാൾ പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറയില്ല, പൈസ മേടിച്ചിട്ട് ഓർഗൻ കൊടുത്തു എന്നുള്ളത്. അല്ല, അൻഷാദിന് ഇങ്ങനെ കുറേ പേരെ അറിയാമോ? ഈ ഏജൻറ്റുമാർ പറ്റിച്ച ആളുകളെയൊക്കെ അറിയാമോ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാനിതെല്ലാം ഓപ്പണായിട്ട് ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാത്തത്? നമുക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഓർഗൻ മേടിക്കാനും തയ്യാറായിട്ടുള്ളത്. ദാതാക്കളായവർക്ക് ഇനിയും പൈസ കിട്ടാനുണ്ടോ അങ്ങനെയൊക്കെ അറിയാമോ? ഏജന്റുമാർ പറ്റിച്ചവരെ അറിയാമോ അൻഷാദിന്? എനിക്കറിയാവുന്ന ഒരു
വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം കുറ്റാരോപിതനായിട്ട് അവിടെ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അവയവദാനത്തിന് NOC നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചാൽ ഈ അവയവ കച്ചവടത്തിന് തടയിടാൻ സാധിക്കുമെന്നാണ് അൻഷാദിൻ്റെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.